ഡോക്ടർ, ഈയിടെയായി ഇപ്പോൾ കൊലപാതക പരമ്പരകൾ കൂടുകയാണ്. അത് കൊലപാതകം എന്ന് പറയുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളാണ്. ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ കാമുകനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുന്നു. സമൂഹം ഒരുപാട് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് കൂടി വരികയാണ്. നമ്മൾ ദിവസവും പേപ്പർ കാണുമ്പോഴും അല്ലെങ്കിൽ ടി വി നോക്കുമ്പോഴും ഇങ്ങനെ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലുള്ള മേഡേഴ്സാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം മാനസിക അസുഖമല്ല, പക്ഷെ ചില ഇത് മാനസിക അസുഖമുള്ളവരിൽ ഇത് വരാം. അതിലൊരു മെയിൻ സംഭവമാണ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ അമിതമായ ദേഷ്യം, എടുത്തിയാട്ടം, നിർബന്ധ ബുദ്ധി, യാതൊരു കുറ്റബോധവും ഇല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ആലോചിക്കില്ല, ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതൊന്ന്. രണ്ടാമതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയും. ഈ ബൈപോളാർ ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ പെട്ടെന്ന് ക്രോധം വരും, പെട്ടെന്ന് ദേഷ്യം വരും, അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ആലോചിക്കില്ല, അങ്ങനെയും വരാം. മൂന്നാമത് ഇത് രണ്ടും കൂടുതൽ മേ ബി ഈ രണ്ടും ആദ്യത്തെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതൽ ആണുങ്ങളിലാണ് കാണാം. ബൈപോളാർ ആണുങ്ങളും സ്ത്രീകളിലും കാണാം. സ്ത്രീകളിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു വ്യക്തിത്വ പ്രശ്നമുണ്ട്. അതിലും ഈ പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തിയാട്ടം വരിക, അതേപോലെ നിർബന്ധ ബുദ്ധി വരിക, മനസ്സ് വിചാരിക്കുമ്പോൾ അപ്പം നടക്കാത്തപ്പോൾ പ്രതികരിക്കുക, സ്വന്തം ദേഹം ഉപദ്രവിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ദേഹം ഉപദ്രവിക്കുക. ഈ 3 സംഭവങ്ങളിൽ ഇത് കാണാം. ഇതിലുപരിയായിട്ട് ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്നൊരു രോഗം കൂടിയുണ്ട്. അതിലും നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വരും, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യും, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ആലോചിക്കേണ്ട കാര്യങ്ങൾ ചെയ്യും. ഈ 4ലും മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാം. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അത് മദ്യമാവാം, കഞ്ചാവാം, MDMA ആവാം, അതിലും വലിയ സംഭവങ്ങളാവാം. അതും ഉപയോഗിക്കുമ്പോഴും ഇങ്ങനത്തെ ഈ അക്രമാസക്തമായ സ്വഭാവങ്ങൾ വളരെ കൂടുതൽ ആണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ, ജോലിയുടെ സ്ട്രെസ്സ്, പഴയ പോലെ വ്യായാമമില്ലായ്മ, ആഹാരത്തിലെ കൃത്രിമം, ഇതൊക്കെ ഒരു ഘടകമാണോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിലല്ല, ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ ഒരു മനുഷ്യന് ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പലരും 6 മണിക്കൂർ പോലും ഉറങ്ങുന്നില്ല. ഭക്ഷണം കറക്റ്റായ സമയത്ത് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അതേപോലെ നമുക്കൊരു റിയൽ ടൈം ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും ഓൺലൈനാണ് ഫ്രണ്ട്സ് ഉള്ളത്. തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആളെ നമുക്ക് പരിചയമില്ല, തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആളെ പരിചയമില്ല, പക്ഷേ അമേരിക്ക കിടക്കുന്ന ആളായിരിക്കും ഫ്രണ്ട്. അപ്പോൾ ആ റിയൽ ടൈം ഫ്രണ്ട്സ് ഉണ്ടാവാതിരിക്കുക. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരുടെങ്കിലും അത് ഷെയർ ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് എടുക്കുക. പക്ഷേ ഇതിന് പകരം പലരും ഗൂഗിൾ ചെയ്യും, ഇപ്പം നമ്മുടെ ChatGPT പോലെ AI സഹായം എടുക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റായിരിക്കാം, പകുതി തെറ്റായിരിക്കാം, നമ്മുടെ ഓൺ ഇൻഫ്ലുവൻസ് എടുക്കാം. എസ്പെഷ്യലി ഇത് കുട്ടികളിലാണ്, കുട്ടികളും കൗമാരപ്രായക്കാരിലാണ് കാണുന്നത്. ഇങ്ങനത്തെ പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ നിന്നായിരിക്കും അഭിപ്രായം എടുക്കുക. ഫ്രണ്ട്സ് ആണെങ്കിൽ സെയിം മാനസിക ശക്തിയുള്ള അല്ലെങ്കിൽ ബുദ്ധിശക്തിയുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ റോങ് ആയിരിക്കാം, ഇവർ വേറെ രീതിയിലെടുക്കാം. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ വീട്ടുകാരുടെ അടുത്ത്, പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ മറ്റേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ ചോദിക്കുന്നത് ഫ്രണ്ട്സിനോടാണ്, അല്ലെങ്കിൽ നെറ്റിനോടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT. അപ്പോൾ ആ തരുന്ന ഇൻഫർമേഷൻ എപ്പോഴും ശരിയാവണമെന്നില്ല. നമ്മളെ തെറ്റിദ്ധരിക്കാൻ, നമ്മളെ പ്രശ്നങ്ങളിലേക്ക് ചാടിക്കുക. അല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിവാഹിതരും 2 കുട്ടികളുടെയൊക്കെ അമ്മമാരാണ്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി ഭർത്താവ് എല്ലാ കെയറിങ് നൽകുമ്പോഴും മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാകുന്നു. പിന്നീട് അത് വേറൊരു ഈ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞിനെ വരെ കൊന്നിട്ട് അയാളോടൊപ്പം പോകുന്നു. ചിലത് അവർ പിന്മാറുമ്പോൾ ഡിപ്രഷനിലാകുന്നു, ഉറക്കമില്ലായ്മ വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെ നേരിടാൻ കഴിയും? ഇപ്പോൾ മേജറായിട്ടുള്ള ഇഷ്യൂ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. അപ്പോൾ ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ തൊട്ടപ്പുറത്ത് ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള പരിചയമുള്ള ഒരാൾ. പക്ഷേ നെറ്റ് വഴി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ചെയ്തു കഴിഞ്ഞാൽ അനോണിമസ് ആണ്, ആരും അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു ഡിജിറ്റൽ പ്രൂഫ് ഉണ്ട്. സെക്കൻഡ്ലി, ഇത് കുറച്ചും കൂടി അഡിക്റ്റീവ് ആണ്. ഇപ്പോൾ ചിലരുണ്ട് പറയാറുണ്ട്, കാമുകൻ വിളിക്കാത്തപ്പോൾ ദേഷ്യം വരുന്നു, കാമുകൻ മെസ്സേജ് ചെയ്യാത്തപ്പോൾ, അല്ലെങ്കിൽ കാമുകി മെസ്സേജ് ചെയ്യാത്തപ്പോൾ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് റിപ്ലൈ ചെയ്യാത്തപ്പോൾ പ്രശ്നങ്ങൾ വരുന്നു. അപ്പം ഇങ്ങനത്തെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ചിലപ്പോൾ ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ. ചിലപ്പോൾ അത് ആണാണോ പെണ്ണാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ആർക്കും അറിയില്ല. ഇപ്പൊ ഈവൻ AI പോലും ആവാം. ഇപ്പൊ പല നമുക്ക് മെസ്സേജസ് വരുന്നത് നമ്മൾ ആണോ പെണ്ണോ എന്നല്ല, ചിലപ്പോൾ AI ആണ്. ഈയിടയ്ക്ക് ഞാൻ വായിച്ചു, ഇങ്ങനെ റിപ്ലൈ 2-3 ഇങ്ങനെ വന്നപ്പോൾ അവർ എഴുതി 6x5 എത്രയാണെന്ന്. അപ്പോൾ 30 ആൻസർ വന്നേ. അപ്പോൾ അതേപോലെ AI ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരാണ് അപ്പുറത്തെന്ന് അറിയില്ല. ഇത് ഏറ്റവും പ്രശ്നം കുട്ടികൾക്കാണ്. ഇപ്പൊ ഈയിടയ്ക്ക് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഗ്രാൻഡ് ഫാദറിന്റെ ATM കാർഡിൽ നിന്ന് ഏകദേശം 30,000 രൂപ ചിലവാക്കി.
അപ്പോൾ അവർക്കത് അറിയണ്ടായിരുന്നില്ല. കുട്ടി 10-12 വയസ്സായ ഒരു കുട്ടിയാണ്. നോക്കുമ്പോൾ ചെയ്യുന്നത് ഈ AI ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ ഫ്രീ ആയാണ്, പക്ഷെ അതിൽ ഓരോരോ ലെവലിൽ പോകണമെങ്കിൽ അവർ കാശ് കൊടുക്കണം. ഗ്രാൻഡ് ഫാദറിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് കാശ് ഉപയോഗിച്ച് അതിൽ ഓരോ സാധനങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ അടുത്തടുത്ത ലെവലിലേക്ക് പോകും. 12 വയസ്സ് കുട്ടിയാണ്. ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ലക്കിലി അച്ഛൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ടുപിടിച്ചു. ഇങ്ങനത്തെ ഒരു ആപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു അപ്പുറത്തൊരു ആണോ പെണ്ണോ ഒന്നും ആയിരുന്നില്ല, ഒരു AI ആയിരുന്നു. അപ്പൊ ആ ലൈംഗികമായ കുറേ കാര്യങ്ങൾ ഈ കുട്ടി അതിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതും തെറ്റും ശരിയും ഒക്കെ ഒരു 12 വയസ്സുകാരന്റെ ലെവലല്ല, ഒരു അഡൾട്ടിനെക്കാട്ടും ഹയർ ലെവലിലാണ് ആ കുട്ടിക്ക് എക്സ്പോഷർ വന്നത്. ഈ കുട്ടിക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നെറ്റിൽ വഴി ചെയ്തു. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു വഴിയാണ് 30,000 രൂപയും പോയി ആ കുട്ടിക്ക് പല സ്വഭാവ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. ഈ ഡിപ്രഷൻ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ്, ഉറക്കമില്ലായ്മ, അതൊക്കെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഒരു ശരിയായ ഒരു ഗൈഡ് ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറാൻ കഴിയും. അതിന് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഉറക്കമില്ലായ്മ അതൊക്കെ ഒരു ഘടകമാണ്. എല്ലാം ഈ പരിചയപ്പെട്ട ആളിൽ നിക്ഷിപ്തമാകുന്നു. അതായത് തനിക്ക് ചുറ്റും എല്ലാം ഉണ്ട്, അവരെ ഒന്നും കാണാൻ കഴിയുന്നില്ല, എല്ലാം ഈ ഒരാളിലേക്ക് പോകുന്നു. അപ്പോൾ അയാൾ ചിലപ്പോൾ ഇത്തരത്തിൽ ഇവരെ ഒരു ചീറ്റ് പെട്ടാൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയും ആ ഒരു പോയിന്റിൽ നിന്ന്? അല്ല, അപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ശരിക്കുള്ള ആൾക്കാര്, ഓൺലൈൻ കാണുന്ന ആൾക്കാര് ഈ AI പോലത്തെ അതും ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഇതും നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ബിക്കോസ് കുട്ടികൾ നമ്മളെക്കാട്ടും ടെക്നിക്കലി സാവിയാണ്, ഭയങ്കര അവര് ചെയ്യുന്നൊക്കെ വേറെ ലെവലാണ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഈ ഡിപ്പെൻഡന്റ് ആയ പ്രശ്നമാണ്. ആരിൽ മുകളിലും കൂടുതൽ ഡിപ്പെൻഡന്റ് ആവരുത്. സെക്കൻഡ്ലി ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. പക്ഷെ ആൾക്കാർക്ക് ആ ഒരു ബ്രേക്കപ്പ് ഫേസ് പറ്റാറില്ല, അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂന്നാമതാണ് ഈ AI എന്ന് പറഞ്ഞ സംഭവത്തിൽ പലപ്പോഴും പറ്റുന്നതാണ് നമ്മളതിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനും പിന്നെന്തോ ഓരോരോ ലെവലിലേക്ക് പോകാൻ കാശ് കൊടുക്കണം. നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ കുട്ടികളല്ലേ വലിയ ആൾക്കാരും ഉണ്ട് ഇതിനോട്. പലർക്കും ഗേൾ ഫ്രണ്ട് ഇല്ലാതെ വരുന്ന സമയത്ത് അവർ ഈ AIയിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, ആത്മഹത്യ പ്രവണതകൾ കാണിക്കുക, അമിതമായി മദ്യപിക്കുക, അമിതമായി വലിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇതിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടും. നമുക്ക് ഈ ടെൻഷൻ മറക്കാൻ പറ്റും. പക്ഷെ തീയിൽ എണ്ണ ഒഴിക്കുന്ന എഫക്റ്റ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൂടുതലാവുകയാണ് ചെയ്യുന്നത്, നമ്മൾ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. പലരും ആത്മഹത്യാ ശ്രമങ്ങൾ പോലും ചെയ്തിട്ടുണ്ട്, ചിലർ മരിച്ചിട്ടുമുണ്ട് ഇതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ റിക്കവർ ചെയ്യാൻ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ AI മാറ്റി വയ്ക്കാം. അല്ലാതുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ഹെൽത്തി റിലേഷൻഷിപ്സ് ആണ് വേണ്ടത്, നേരിട്ട് കാണുന്ന റിലേഷൻഷിപ്സ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നേരിട്ട് കാണുന്ന ഈ റിലേഷൻഷിപ്പിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ വിവാഹിതയായ മാരീഡ്, ഇത് പല ലെവലുണ്ട്. കുട്ടികളുടെ ലെവലുണ്ട്, കൗമാരപ്രായക്കാരുടെ ലെവലുണ്ട്, അഡൾട്ട്സിന്റെ ലെവലുണ്ട്, മാരീഡ് ആയിട്ടുള്ള അഡൾട്ട്സും ഉണ്ട്. ഇതിപ്പോ പല ഇതാണ്. അപ്പൊ ഉദ്ദേശിച്ച മാരീഡ് ആയിട്ടുള്ള അതും വളരെ കൂടുതൽ വരും. അപ്പൊ നമുക്ക് ഭർത്താവ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ ഒരു BJP ഒരു നേതാവ്, ഒരു സ്ത്രീ, അവർ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കാമുകനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം സിറ്റുവേഷൻസ് അതിനെ എങ്ങനെ? അതേ പറ്റുന്ന നമുക്ക് സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാതെ വരുമ്പോൾ പുറത്ത് നിന്ന് കിട്ടാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ അത് ചിലപ്പോൾ അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൾക്കാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ ഒന്നും പറ്റാത്തപ്പോൾ ഇങ്ങനത്തെ ഓരോ സൈറ്റുകളിലൊക്കെ പോയി, ചാറ്റ് സൈറ്റുകളും എന്തോ അങ്ങനത്തെ കുറെ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ പോയി അവരുടെ ഉദ്ദേശം എന്താ നമുക്കറിയില്ല. ചിലപ്പോൾ സ്നേഹം തരും, സമയം തരും തുടക്കത്തില്. പക്ഷെ പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ, ഈ എല്ലാ റിലേഷൻഷിപ്പ് നമ്മൾ ഗുണം ദോഷം നോക്കുമ്പോൾ നമ്മുടെ ഗുണം ദോഷത്തിനെക്കാട്ടും കൂടുതലാവണം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം, നമുക്ക് അതിൽ നഷ്ടമാവാണ്, അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അവർ നമ്മുടെ നിന്ന് കാശ് വാങ്ങിക്കുകയാണ്, നമ്മളെ ഉപയോഗിക്കുകയാണ്, നമ്മളെ പ്രശ്നങ്ങളിലേക്ക് ചാടിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി വേണം. പക്ഷെ പലർക്കും അത് പറ്റില്ല. അവരതിനോട് അഡിക്റ്റഡ് ആവും, അതിനോട് ഹുക്ഡ് ആവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കാണ് നഷ്ടം. നമ്മുടെ കാശും പോവും, സമയവും പോവും, നമ്മുടെ മനസ്സമാധാനം പോലും. ഇപ്പൊ ഇന്ന് കണ്ട തന്നെ പല ആൾക്കാരിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഫോൺ വരാത്തപ്പോൾ ബുദ്ധിമുട്ടാണ്, ഒരു മെസ്സേജ് വരാത്തപ്പോൾ ബുദ്ധിമുട്ടാണ്, അവർ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാനസികസ്ഥിതിയാണ് അത് മോശമാവുന്നത്. അല്ല, അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ്? അല്ല, റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ഒരു ടോക്സിക് ആണെങ്കിൽ ഷോർട്ട് ടേം നമുക്ക് സങ്കടം വരും, പക്ഷേ ലോങ് ടേം സന്തോഷം കിട്ടും. സെക്കൻഡ്ലി, നമുക്ക് ഈ ആങ്സൈറ്റിയും ടെൻഷനും വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ചികിത്സ എടുക്കണം.
ഇപ്പോൾ അങ്ങേരെ തിരിച്ചു കൊണ്ടുവരാനോ അങ്ങേരെ നന്നാക്കാനോ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ. പക്ഷെ നമ്മുടെ മാനസികസ്ഥിതി മെച്ചപ്പെടുത്താൻ മരുന്നുകളും കൗൺസിലിങ്ങും പല മറ്റേ ഇപ്പം ഈ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസികസ്ഥിതി ശരിയാവും. നമുക്കൊരു ജഡ്ജ്മെന്റ്, നമുക്ക് പ്രോപ്പർ പലപ്പോഴും നമുക്കൊരു പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല, ഒരു ലോജിക്കലി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലോജിക്കലി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യലും ഒരു കഴിവാണ്, നമുക്ക് മറ്റുള്ളവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ. പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ല പലർക്കും. അപ്പൊ അത് നിർത്താൻ പറ്റും ചികിത്സ എടുത്താൽ. അത് മാത്രമല്ല കൂടുതൽ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ മറ്റ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. വേറെ അവര് ഫുൾ അവരുടെ ലൈഫ് മുഴുവൻ ഈ ഫോണിലും കാണുന്നതിലും, ഇപ്പൊ എന്തെങ്കിലും കളിക്കുക, എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും കാണുക, നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യാം. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കുറഞ്ഞു വരും. നമ്മളെല്ലാം ഇതിന്റെ മുകളിൽ ഒരു നമ്മുടെ പ്രൈമസി വരും, അല്ലെങ്കിൽ നമ്മൾ അതിന് മാത്രം ഫോക്കസ് കൊടുക്കും. അതൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് ഓരോന്നിലായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കാം. പക്ഷെ നമുക്ക് പറ്റാതെ വരിക, നമുക്ക് ആത്മഹത്യാ പ്രവണതകൾ വരിക, അക്രമാസക്തമായ സ്വഭാവങ്ങൾ വരിക, അമിതമായ ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അത് കൂടി വരികയാണെങ്കിൽ നമ്മൾ ചികിത്സ എടുക്കും. സൈക്യാട്രിസ്റ്റ് പോലെ ഒരാളെ കണ്ട് ചികിത്സ എടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം. ഇഷ്ടം പോലെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്തവരും ഉണ്ട്. ഭൂരിഭാഗം പേരെ ചികിത്സ എടുക്കാൻ പലരും പേടിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പറ്റും, ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് പറയും, ഇത് മരുന്നുകൾ കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഒരു മടിയുണ്ട് ആൾക്കാർക്ക്. അപ്പൊ ഒരു ക്രൈസിസ് ആവുമ്പോഴേ വരുള്ളൂ. ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ തീവ്രമായ വിഷാദം വരിക. അപ്പൊ തുടക്കത്തിലേ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങളെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.